ഇന്ന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് തന്നെ മാരിനേഷനാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ട അതെന്തൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ചിക്കൻ, ഇനി അതിലേക്ക് ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം. ഇടേണ്ട സാധനങ്ങൾ ഫസ്റ്റ് നമ്മൾക്ക് ഇതിപ്പോൾ ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതിട്ട് കൊടുക്കും. ഇത് ഗരം മസാല പൗഡറാണ്. ഇനി നമുക്ക് ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കും. തൈര്, പുതിനയില, മല്ലിയില, ഇത് ബേ ലീഫ്, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ട് ഇടാണ്. ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഈ സ്റ്റാർ ഫ്രൂട്ട്, ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടു. പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് നെയ്യും ആഡ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ എല്ലാ മസാലയും ഇപ്പോൾ അതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകണം. ഇതിപ്പോൾ 1/2 കിലോ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ഫസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ട് കനം കുറച്ച് ഇതുമാതിരി അരിഞ്ഞെടുക്കണം. ചൂടായിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കും.
ഇത് നല്ല ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഊറ്റിയെടുത്ത് വയ്ക്കാൻ പോകാം. ഇപ്പോൾ അതിലെ എണ്ണ മൊത്തം വാർന്ന് കിട്ടിക്കും. ഇനി നമ്മൾക്ക് അരി വേവിച്ച് ഊറ്റിയെടുക്കാനുള്ള വെള്ളം വയ്ക്കാം. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ സമയം ഞാനിപ്പോൾ കുക്കറിലാണ് ദമ്മിടാൻ പോണത്. അതിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പകുതി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലൊക്കെ ദമ്മിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഇടാൻ പോകുന്നത്. അത് ആവി പുറത്ത് പോകാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോകണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിട്ടും ചെയ്യും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരി പകുതി വേവിച്ചെടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇതും കൂടിയും ചെയ്തെടുക്കാം. മസാല ഒന്ന് ശരിയാക്കി നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനുശേഷം കുക്കർ ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി പകുതി വേവായി കഴിഞ്ഞാൽ ഊറ്റിയെടുത്തിട്ട് ദമ്മിടാനാണ് പോകുന്നത്. അപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് പകുതി വേവണം. നമുക്കത് പിടിച്ചു നോക്കിയാൽ അറിയാം വെന്തോന്ന്. ഉള്ളിൽ ഓവർ കുക്കാവരുത്, പകുതി മാത്രമേ വേവാൻ പാടുള്ളൂ. ജസ്റ്റ് കുറച്ച് തിളയ്ക്കുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഊറ്റിയെടുത്തതാണ്. പകുതി വേവായ ചോറ്. ഇപ്പോൾ മസാലയും ഒന്ന് ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ദമ്മിടാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ വറുത്ത് വെച്ച ഉള്ളി, സവാള ഇട്ടു, പിന്നെ മല്ലിയില, പുതിനയില. പിന്നെ നമ്മൾ ഉള്ളി സവാള വഴറ്റിയെടുക്കാതെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ റൈസ്, ഇത് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഒരു ലെയർ റൈസ്, പിന്നെ സവാള, മല്ലിയില, പുതിനയില, നെയ്യ്, ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കും.
കുക്കറിൽ വേണമെന്നില്ല, വേറെ സാധാരണ നല്ല അടപ്പ് ടൈറ്റായിട്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ട് മാവ് എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് ആവി പുറത്ത് പോകാണ്ട് നോക്കിയിട്ട് ദമ്മിട്ട് കൊടുക്കാവുന്നതാണ്. കുക്കറാണ് അടി കുറച്ച് കനമുള്ളത് കാരണം നമ്മൾക്ക് അടി കരിഞ്ഞു പോകാണ്ട് ഇരിക്കും. ഇനി റൈസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വഴറ്റി വെച്ച സവാള, മല്ലിയില, പുതിനയില ഇതെല്ലാം ഇട്ട് കൊടുത്തു. കുക്കറിൽ അടച്ച് വെച്ചിട്ട് വിസിൽ വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ മാറ്റുന്നു. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മളുടെ സവാള, മല്ലിയില, പുതിനയില എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒന്നും യൂസ് ചെയ്യണില്ല. അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് പാലിൽ കലർത്തിയത് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർ യൂസ് ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പുതിന, മല്ലിയില, സവാള എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. കുക്കറിൽ വിസിൽ വരേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുകയാണ്. കുക്കർ വിസിലടിക്കരുത്, അത് ഓവർ കുക്കായിട്ട് പോകും. 5 മിനിറ്റ് ആയതിന് ശേഷം നമ്മുടെ തവ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അത് കുക്കായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ 10 മിനിറ്റ് ആയതിന് ശേഷം തുറന്നെടുക്കുകയാണ് പോവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.